നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമാകുന്നതിനിടെ അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ തിരിച്ചടി. അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടു. കുവൈറ്റിലും ആക്രമണമുണ്ടായി. മിസൈൽ ഡ്രോൺ ആക്രമണം നേരിട്ടതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. അതേസമയം കർണാടക രാഷ്ട്രീയത്തിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പിന്മാറുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DK ശിവകുമാറിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാകുന്നു. US ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. എവിടെയുള്ള വ്യോമതാവളമാണെന്ന് ആക്രമിച്ചതെന്നവർ വ്യക്തമാക്കിയിട്ടില്ല. തങ്ങൾക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടി നൽകുമെന്നും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും IRGC പറഞ്ഞു. രാവിലെ ഇറാനിലെ ബന്ദർ അബ്ബാസിന് സമീപം നടത്തിയ ആക്രമണത്തിനാണ് തിരിച്ചടി നൽകിയത്. അതിനിടെ മിസൈൽ ഡ്രോൺ ആക്രമണം നേരിട്ടതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. എന്തിനെയാണോ ലക്ഷ്യമിട്ടതെന്നോ കൂടുതൽ വിവരങ്ങളോ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. യുദ്ധം ഔപചാരികമായി അവസാനിപ്പിക്കാനും വെടിനിർത്തൽ നീട്ടാനുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം. കർണാടക മുഖ്യമന്ത്രി പദവിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് സിദ്ധരാമയ്യ വ്യാഴാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയിൽ മന്ത്രിസഭാംഗങ്ങൾക്കൊരുക്കിയ പ്രാതൽ വിരുന്നിലാണ് സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചത്. സിദ്ധരാമയ്യയുടെ വീട്ടിൽ വെച്ച് നടന്ന ഈ പ്രാതലിന് അനൗദ്യോഗിക മന്ത്രിസഭാ യോഗം എന്നാണ് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. നിലവിൽ ചേരിതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉപേക്ഷിച്ച് DK ശിവകുമാറിനെ പരിപൂർണ പിന്തുണ നൽകണമെന്നുകൂടി അദ്ദേഹം സഹമന്ത്രിമാരോടും പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടതായാണ് വിവരം. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായത്. എന്നാൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഗവർണറെ സന്ദർശിക്കാൻ അദ്ദേഹം സമയം തേടിയിട്ടുള്ളതായാണ് വിവരം. സിദ്ധരാമയ്യ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം രാജിവെച്ചേക്കാമെന്നും കോൺഗ്രസ് MLA അശോക് K. പട്ടനും വ്യക്തമാക്കി. അമേരിക്കൻ ബാങ്കിംഗ് ഭീമനായ JP മോർഗൻ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നതായി സൂചന. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ $20 ബില്യൺ വരെ ചിലവഴിച്ച് പുതിയ ഏറ്റെടുക്കൽ നടത്താമെന്ന് CEO ജാമി ഡിമോൺ വ്യക്തമാക്കി. ബാങ്കിന്റെ സാമ്പത്തിക ശക്തിയും സ്ഥിരതയും വളർച്ചയും ഇത്തരം വലിയ ഇടപാടുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദീർഘകാല വളർച്ചയ്ക്ക് അനുയോജ്യമായ ഇടപാടുകൾ മാത്രമേ പരിഗണിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ ദീർഘദൂരാക്രമണ ശേഷിക്ക് വൻ കരുത്തു പകർന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ബോയിങ് KC-46 ഗിഡിയോൺ റിഫ്യൂലിംഗ് വിമാനം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ലഭിച്ചതായി റിപ്പോർട്ടുകൾ. പ്രതിരോധ മന്ത്രാലയം വാങ്ങാൻ തീരുമാനിച്ച 6 KC-46 വിമാനങ്ങളിൽ ആദ്യത്തേതാണിത്. ഫൈറ്റർ ജെറ്റുകൾക്കും മറ്റു വിമാനങ്ങൾക്കും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം സൈനിക ആവശ്യങ്ങൾക്കുള്ള ചരക്കു നീക്കത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന മൾട്ടി റോൾ വിമാനമാണിത്. ഇറാനെതിരെയുള്ള സമീപകാല യുദ്ധങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച നിലവിൽ ഇസ്രായേൽ വ്യോമസേനയുടെ പക്കലുള്ള പഴക്കം ചെന്ന ബോയിങ് 707 റിഫ്യൂലിംഗ് വിമാനങ്ങൾക്ക് പകരമായാണ് പുതിയ KC-46 വിമാനങ്ങൾ എത്തുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ 5ാം തലമുറയിൽപ്പെട്ട അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ 5 മാതൃകകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി തിരഞ്ഞെടുക്കപ്പെട്ട 3 കമ്പനികളിൽ നിന്നും പ്രതിരോധ മന്ത്രാലയം താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഏകദേശം 15,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് പദ്ധതി. നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മാത്രമാണ് യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ പുട്ടപൂർത്തിയിലായിരിക്കും വിമാനങ്ങൾ നിർമ്മിക്കുക. ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഗ്രാമവണ്ടി പദ്ധതി വ്യാപകമാക്കാൻ സർക്കാർ തീരുമാനം. KSRTCയുടെ സാമ്പത്തിക സ്ഥിതി, ദൈനംദിന പ്രവർത്തനങ്ങൾ, നവീകരണ സാധ്യതകൾ എന്നിവ പഠിക്കുന്നതിന് വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക റിസർച്ച് വിങ് ആരംഭിക്കും. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ KSRTC MDയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൻ്റെതാണ് തീരുമാനം. KSRTCയിലെ ഒഴിവുകളിലേക്ക് PSC മുഖേന നിയമന നടപടികൾ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു.
ഇന്ത്യയിലെ മുൻനിര NBFCകളുടെ സ്വർണ്ണശേഖരം ലോകത്തെ പല പ്രമുഖ കേന്ദ്ര ബാങ്കുകളിലുള്ളതിനേക്കാൾ കൂടുതലെന്ന റിപ്പോർട്ട്. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം കേരളം ആസ്ഥാനമായുള്ള മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് കൂടാതെ മുംബൈ ആസ്ഥാനമായുള്ള IIFL ഫിനാൻസ് എന്നീ 3 ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ സ്വർണ്ണശേഖരം 334 ടണ്ണിലെത്തി. UK, സിംഗപ്പൂർ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ പക്കലുള്ള സ്വർണ്ണശേഖരത്തേക്കാൾ കൂടുതലാണിത്. 3 വർഷത്തിനിടെ ഏറ്റവും വലിയ വാർഷിക വർധനവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഈ 3 സ്വകാര്യ കമ്പനികളുടെ സ്വർണ്ണശേഖരം ആഗോളതലത്തിൽ ശ്രദ്ധേയമായ നിലയിലാണ്. ഇവരുടെ സംയോജിത ശേഖരം പല വികസിത രാജ്യങ്ങളുടെയും കരുതൽ ശേഖരത്തേക്കാൾ മുന്നിലാണ്. മെൻസ്ട്രൽ കപ്പുകളുടെ വാർഷിക ഉൽപ്പാദനശേഷി 50 ലക്ഷമായി ഉയർത്തി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ്. ഇതിനായി ആക്കുളം ഫാക്ടറിയിലുള്ള നിർമ്മാണ യൂണിറ്റിനെ അത്യാധുനിക രീതിയിൽ നവീകരിച്ച് ഉൽപ്പാദനശേഷി ഉയർത്തി. ഇതോടെയാണ് അഭിമാനകരമായ നേട്ടം കൈവരിക്കാനായത്. നവീകരിച്ച ഉൽപ്പാദന യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും പരിസ്ഥിതി സൗഹൃദപരമായ ആർത്തവ ശുചിത്വ രീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ദേശീയ മുൻഗണനകൾക്കനുസൃതമായി ആഭ്യന്തര ഉൽപ്പാദന മികവ് ശക്തിപ്പെടുത്തുക കൂടി ലക്ഷ്യമിട്ടാണ് യൂണിറ്റ് നവീകരിച്ചിരിക്കുന്നത്. ED അന്വേഷണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ. ഉദ്യോഗസ്ഥരുടെ എണ്ണം 60% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ 2029 ED ഉദ്യോഗസ്ഥരാണുള്ളത്. ഇത് 3256 ആക്കി ഉയർത്തും. 15 വർഷത്തിൽ ഇതാദ്യമായാണ് ഇത്രയും വലിയ വർധനവുണ്ടാകുന്നത്. ED ഉന്നത ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയിലധികം കൂട്ടാനും തീരുമാനമുണ്ട്. ED അന്വേഷണ പരിധിയിൽ വരുന്ന കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിവരം. 10 വർഷം മുമ്പ് ED അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണം 100 അതിൽ താഴെയോ ആയിരുന്നെങ്കിൽ 2022 ശേഷം ഈ കേസുകളുടെ എണ്ണം 1000-ലധികമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും കുറഞ്ഞ് ഗ്രാമിന് 14,305 രൂപയും പവന് 1,14,440 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായി കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 11,755 രൂപയും പവന് 94,040 രൂപയുമായി. വെള്ളി 275 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.